ഈ സ്ഥലം കോൺട്രാക്റ്റിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ് പാരലൽ സ്ഥലം. പാരലൽ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു പ്രൊഡക്റ്റിനെ പറ്റി പഠിച്ചിരുന്നു, മുറാബഹ കോൺട്രാക്റ്റ്. ഇപ്പോൾ നമ്മൾ സ്ഥലം കോൺട്രാക്റ്റും പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു മിക്സ്ചറാണ് പാരലൽ സ്ഥലം. ഈ പിക്ചർ നോക്കുക. ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാൾക്ക് കുറച്ച് ഗുഡ്സ് വേണം, അയാളുടെ കയ്യിൽ പൈസ ഇല്ല. അയാൾ ഇസ്ലാമിക് ബാങ്കിനോട് പോയി പറഞ്ഞു, എനിക്ക് കുറച്ച് ഗുഡ്സ് ആവശ്യമുണ്ട്, കച്ചവടം നടത്താനാണ്, പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഇല്ല, ഞാൻ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ക്യാഷ് തരാമെന്ന് പറയും. അപ്പോൾ ഇസ്ലാമിക് ബാങ്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പുറത്ത് പോയിട്ടൊരു സപ്ലയറെ കാണും. എന്നിട്ട് ഇയാൾക്ക് എന്തൊക്കെ ഗുഡ്സ് വേണം അതൊക്കെ നോക്കിയിട്ട് ആ ഗുഡ്സൊക്കെ ഈ സപ്ലയർ അടുത്ത് ഓർഡർ ചെയ്യും. ഈ സപ്ലയർക്ക് അപ്പം തന്നെ ഇസ്ലാമിക് ബാങ്ക് ക്യാഷ് കൊടുക്കും, ആ ഗുഡ്സിൻ്റെ ക്യാഷ് മൊത്തം കൊടുക്കും. അപ്പോൾ ഈ സപ്ലയർ പറയും, ക്യാഷ് വാങ്ങിയിട്ട് ഞാനൊരു ഫ്യൂച്ചർ ഡേറ്റിൽ നിങ്ങൾക്ക് ഗുഡ്സ് ഡെലിവറി ചെയ്തു തരാം എന്ന് പറയും. അപ്പോൾ ഇവിടെ നടന്ന ഏത് കോൺട്രാക്റ്റാണ്? ക്യാഷ് സ്പോട്ടിൽ കൊടുത്തു, ഫ്യൂച്ചർ ഡേറ്റിൽ ഡെലിവറി ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇവിടെ നടന്നത് സലം കോൺട്രാക്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഫ്യൂച്ചർ ഡേറ്റിൽ ഗുഡ്സൊക്കെ ഡെലിവറി ചെയ്ത് ബാങ്കിൻ്റെ കയ്യിൽ ഗുഡ്സൊക്കെ ഉണ്ട്. ബാങ്ക് ആ ഗുഡ്സ് മൊത്തം ആദ്യം ഗുഡ്സ് ചോദിച്ചു വന്ന ക്ലയൻറ്റിന് കൊടുത്തു. ആ ക്ലയൻറ്റ് പറയാണ് ഗുഡ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട്, ഇപ്പം എൻ്റെ കയ്യിൽ തരാൻ ക്യാഷ് ഒന്നുമില്ല, ഞാനൊരു ഫ്യൂച്ചർ ഡേറ്റിൽ നിങ്ങൾക്ക് ക്യാഷ് തരാം, അല്ലെങ്കിൽ ഞാൻ കുറച്ചായിട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്ന് വീട്ടിക്കോളാം എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നടന്ന കോൺട്രാക്റ്റ് ഏതാ? നമ്മൾ ആദ്യം പഠിച്ച മുറാബഹ കോൺട്രാക്റ്റാണ്. അപ്പോൾ രണ്ട് കോൺട്രാക്റ്റും കൂടി മിക്സ്ചർ വരുമ്പോഴാണ് പാരലൽ സലം എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. ഇതിൽ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇയാൾ കൊടുത്ത ഗുഡ്സ് ആണല്ലോ ഇയാൾക്ക് ഈ ബാങ്ക് കൊണ്ടേ കൊടുക്കുന്നത്. അഥവാ ഈ സപ്ലയർ പറഞ്ഞ ഡേറ്റിന് ഗുഡ്സ് ഒന്നും ബാങ്കിന് കൊണ്ടേ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ബാങ്കിന് പോയി ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല, എനിക്ക് ഗുഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഡെലിവറി ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ബാങ്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അഥവാ ഈ സപ്ലയർ ഗുഡ്സ് ഒന്നും തന്നില്ലെങ്കിൽ പുറത്ത് വേറെ ഏതെങ്കിലും സപ്ലയറെ പോയി കണ്ടുപിടിച്ചിട്ട് അയാളുടെ അടുത്ത് നിന്ന് ഗുഡ്സ് ഉണ്ടാക്കിയിട്ട് ഈ ക്ലയൻറ്റിന് എത്തിച്ചു കൊടുക്കണം. അത് ഈ ബാങ്കിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്.